സാർ. ഓക്കെ സാർ. സാർ എല്ലാം സെറ്റാണ്. ഞാൻ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. സാർ ഓക്കെ. പിന്നെ IT കമ്പനികളൊക്കെ ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. 2 കാലെടുത്ത് വെച്ച് എത്തും. സാർ. ഓക്കെ സാർ. എല്ലാം റെഡിയാക്കാം സാർ. ശരി. നോക്കിക്കോ. പുതിയ ഗസ്റ്റാ? അളിയാ ഗസ്റ്റോ? തിമിംഗലം. പിന്നെ അല്ല കിടുക്ക് ഏതോ ഹൈ ക്ലാസ് ബിസിനസ്മാൻ ആണ്. കുറച്ച് ഓവർ അല്ലേ? കുറച്ചോ? അപ്പൊ ബാക്കി അവിടെ പോയി. അതെ ഈ പറഞ്ഞത് കണ്ട ആപ്പിയൊന്നുമല്ല, ബിസിനസ് മാഗ്നറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ നമ്മൾ ഡീൽ ചെയ്യുമ്പോ കള്ളിമുണ്ടും കയ്യിൽ കൊടുത്തോണ്ട് വെക്കാനൊന്നും പറ്റില്ല. സ്റ്റാൻഡിൽ നമ്മൾ കീപ്പ് ചെയ്യണം. മിനിമം അത്രയെങ്കിലും വേണം. ഇതല്ലേ വന്ന് ലോട്ടറി അടിച്ചു. ഇവനാണോ നീ പറഞ്ഞ ഗസ്റ്റ്? തിമിംഗലം ആയിരിക്കൂല. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. തന്നോളൂ, ബൊക്കന്നോളൂ, മാല ഇട്ടോളൂ. അല്ല തന്നോളൂ. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആ ബിസിനസ് മാഗ്നറ്റ് ഞാനാണ്. ഇവിടുത്തെ റൂം ബുക്ക് ചെയ്തില്ല, അതും ഞാനാണ്. തന്നോളൂ, പഠിച്ചേക്കണ്ട. മാല ഇട്ടോളൂ. താങ്ക് യു. നിനക്കിവിടെ റൂമൊന്നുമില്ല? അതെന്താ റൂം ഇല്ലാത്തത്? ഞാനല്ലേ ഇവിടെ റൂം ബുക്ക് ചെയ്തത്, അപ്പൊ എനിക്ക് റൂം തരാം. നിനക്ക് അവിടെ റൂമില്ല, അവിടെ ഇരുന്നാ പോരായോ? അല്ല, അവിടെ ഇരുന്നാൽ ബിസിനസിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ ആകുമ്പോ നല്ല ആൾക്കാർ, നല്ല വെളിച്ചം, നല്ല അന്തരീക്ഷം, നല്ല ഫുഡ് എല്ലാം ഉണ്ടല്ലോ. ഇത് മതി. എന്തായാലും നോക്കിയിരിക്കുന്നേ, റൂമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഇവിടെ റൂമില്ല. ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടില്ല വന്നത്, അപ്പൊ റൂം എനിക്ക് തരണം. അല്ലേ അളിയാ? അതല്ലേ ന്യായം? ന്യായം അതൊക്കെയാണ്, പക്ഷെ നിനക്ക് ഇവിടെ മുറിയില്ല. അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഡൾ ആണെന്ന് എനിക്കറിയാം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ 250 ഫോളോവേഴ്സ് ഉണ്ട്. അതിന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാം, റീൽ ചെയ്യാം, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വൈറലാക്കാം. എങ്ങനെയുണ്ട്? ശിവു മോനെ, നിനക്ക് ഇവിടെ റൂം ഇല്ല. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണല്ലോ വന്നത്, അപ്പൊ എനിക്ക് റൂം തരണം. തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലായിടത്തും സോഷ്യൽ മീഡിയ ഇടും, നിങ്ങളെ നാറ്റിക്കും. നീ എവിടെ ഇടും? സോഷ്യൽ മീഡിയയിൽ. കാണോ? അതെ, ഒന്നാമത് ബുദ്ധിയില്ലാത്ത പയ്യനെ. സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇവ റിവ്യൂ ഇട്ടാണ്ടല്ലോ സകലതും പൊളിയും. പിന്നെ ഇവൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാ വന്നേക്കണേ. നൈസായിട്ട് പറഞ്ഞു. അപ്പോ എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? കേശു. ഞാനളിയാ. എനിക്ക് ഈ തിമിംഗലത്തിനെയൊന്നും ഡീൽ ചെയ്തേ വലിയ പരിചയമില്ലല്ലോ. അല്ല, എന്താ തിമിംഗലത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? ഉച്ചക്ക് തിമിംഗലമാണെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് അലർജിയാ. അല്ല, ശിവക്കുട്ടി ഇവിടെ ഇല്ലേ? ശിവാനി കുട്ടിയല്ലേ? അവള് ഉറങ്ങാണ്. പാവം, ഉറങ്ങിയോട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, കാണാം. അല്ല കേശു, നീ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ ടൈ ഒക്കെ കെട്ടി നിൽക്കുന്നത്? കൊള്ളാം, നല്ല മെനയായിട്ടുണ്ട്. ജോലിയോടുള്ള ആത്മാർത്ഥത നല്ലതാണ്. വെച്ചോ, മടിക്കണ്ട, വാങ്ങിച്ചോ.
നിറഞ്ഞ മനസ്സോടെ തരണ. ചായ കുടിക്ക്. വാങ്ങിച്ചു വന്ന് വേണമെങ്കിൽ ഒരു വടയും കഴിക്കും. ബാക്കി പൈസ സേവ് ചെയ്ത്. കൊള്ളാം. ബൈ ദ ബൈ, എന്റെ റൂം എവിടെ? അവിടെയാണ്. കേശു പെട്ടി എടുക്ക. വേണമെങ്കിൽ എടുത്തോണ്ട് പോടാ. ചുമ്മല്ല നിങ്ങൾ ബിസിനസ് രക്ഷപ്പെടാത്തത്. കസ്റ്റമർ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. കേശു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. കസ്റ്റമറാണ് നമ്മുടെ രാജാവ് എന്നുള്ള രീതിക്ക് വേണം അവരോട് നമ്മൾ പെരുമാറാൻ, കേട്ടോ? അതുകൊണ്ട് പെട്ടിയെടുക്ക്. ചേച്ചി എന്നെ കൊടുക്കാൻ വയ്യ. കനാൻറ്റി நான் செய்ய மாட்டேன். എടുക്ക്, പോവാം. നടയുടെ ഡേയ് നടയുടെ എന്നാ കോൾ മീ സാർ. നട സാറേ. ഒന്നുമില്ല, വെറുതെ വരൂ വരൂ വരൂ. എ സി ഇല്ലേ? AC ഞാൻ കൂളർ സെറ്റ് ചെയ്ത് തരാം. വരൂ വരൂ വരൂ.